രാജാക്കാട്ടിൽ സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും തകർന്ന അങ്കണവാടി അപകടാവസ്ഥയിൽ. രാജാക്കാട് ചേലച്ചുവട്ടിലെ 2-ാം നമ്പർ അങ്കണവാടിയാണ് അപകടാവസ്ഥയിലുള്ളത്. 2018 പെരുമഴയിലാണ് അങ്കണവാടിയുടെ ചുറ്റുമതിലും സംരക്ഷണ ഭിത്തിയും തകർന്നത്. 7 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപകട ഭീഷണി മൂലം മഴക്കാലത്ത് രക്ഷിതാക്കൾ കുട്ടികളെ ഇവിടേക്ക് അയക്കാറില്ല. മുമ്പ് കെട്ടിട നിർമ്മാണത്തിനായി 16 ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും തെറ്റായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇത് 4.5 ലക്ഷമായി വെട്ടിച്ചുരുക്കിയതായും ആക്ഷേപമുണ്ട്. അംഗൻവാടി ഈ കാലശേഷം ഇത്രയും കാലമായിട്ടും പ്രളയത്തിലുണ്ടായ ഈ ഇടിവും ഒക്കെ ഉണ്ടായിട്ടും ഇതുവരെയും ആ അംഗൻവാടി ഒന്ന് നന്നാക്കുന്നതിനോ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ രാജാക്കാട് പഞ്ചായത്തിന്റെ ഭരണസമിതി തയ്യാറായിട്ടില്ല. ഈ നാട്ടിലെ 13 പിള്ളേരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് കളിക്കുന്നുള്ള ഒരു കാര്യം രാജാക്കാട് പഞ്ചായത്ത് ഭരണസമിതി മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അംഗൻവാടി പുനർനിർമ്മാണത്തിൽ ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പിള്ളേരെയും അവിടുത്തെ ജീവനക്കാരെയും സേഫ്റ്റി ആക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഫലപ്രദമായ എസ്റ്റിമേറ്റ് എടുത്ത് പോയതിനു ശേഷം ഇതിന്റെ പേപ്പർ വർക്കുകൾ നീങ്ങിയെന്നറിയുന്നതിന് വേണ്ടി ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പഞ്ചായത്തിന്റെ പോരാതെ AXI വന്ന അതിന്റെ എസ്റ്റിമേറ്റ് വീണ്ടും പുനഃക്രമീകരിക്കണമെന്ന് പറഞ്ഞ പ്രകാരം അപ്പം ഞാൻ അറിയിക്കുകയുണ്ടായി. അപ്പോൾ എസ്റ്റിമേറ്റ് പുനഃക്രമീകരിക്കുമ്പോൾ എന്നെ അറിയിക്കണമെന്ന്. എന്തായാലും എന്നെ അറിയിക്കാതെ തന്നെ AXI വന്ന് ആ എസ്റ്റിമേറ്റ് പൊളിച്ചെഴുതുകയും 4.5 ലക്ഷം രൂപയായിട്ട് അത് ചുരുക്കി എസ്റ്റിമേറ്റ് ഇടുകയും ചെയ്തു. തൽഫലമായി ഈ 2022-23 വർഷക്കാലം ഒരു കോൺട്രാക്ടറും അത് എടുക്കാനില്ലാതെ അത് സ്പിൽ ഓവർ ആകാൻ ഉണ്ടായത്. തൽഫലമായി ഇന്ന് അംഗനവാടി വളരെ അപകടാവസ്ഥ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. ഏകദേശം 7 കുട്ടികളും 30-ൽ പരം ഉപഭോക്താക്കളും ഈ അംഗനവാടിയുടെ കീഴിലുണ്ട്. തൽഫലമായി നമ്മുടെ കുട്ടികളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള ഒരു വിളയാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തുക വെട്ടിച്ചുരുക്കിയതോടെ കരാറുകാർ നിർമ്മാണം ഏറ്റെടുക്കാനും തയ്യാറായില്ല. പുതിയതായി തുക അനുവദിച്ച കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് ആവശ്യം.